കാട്ടത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുനിതയാണെങ്കിൽ അശ്വിനും കൂടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ വന്ന് എല്ലാവർക്കും ഇഷ്ടത്തോട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവർ പെരുമാറ്റം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അശ്വിന്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സുനിത തിരിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം മനസ്സിലാക്കി അവളടുത്ത് ആ വീട്ടിൽ വരാൻ തോന്നിയ അശ്വിനെയും എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ അവർ ആദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്ന് പറയുകയുണ്ടായി ഭാസ്കരൻ. പിന്നെ അവിടെ ആ ഒരു സംസാര രീതിയും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ആ ഒരു രീതി കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി ഇത് നല്ലൊരു പയ്യനാണെന്ന് ആദ്യം മനസ്സിലാക്കിയത് അവർ. എന്തായാലും സുനിതയ്ക്ക് പറ്റിയൊരു പയ്യനെ തന്നെയാണ് കിട്ടിയത് എന്നവർ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓരോ കാര്യത്തിലും എല്ലാം വേണ്ടി പെട്ടെന്ന് അതും ഇതും പറഞ്ഞ് കളിയാക്കുന്നവരടുത്ത് എല്ലാം പറയാൻ വേണ്ടി ഇരിക്കുക സുനിതയുടെ അമ്മ. കാര്യം എന്ന് വെച്ചാൽ ഇവരെപ്പോഴും കളിയാക്കുകയും സുഭാഷിനെ വഴക്ക് പറയുകയും വീട്ടുകാരുടെ ഒരു ഭയങ്കരപ്പെട്ട ഒരു ശല്യം തന്നെയായിരുന്നു അവർ. എന്നാൽ ഇപ്പോഴാണെങ്കിൽ ഒരു ശല്യവുമില്ല. കുറച്ച് കാലം കൊണ്ട് നിധി ആ വീട്ടിൽ വന്നത് പിന്നെ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടായെന്ന് തന്നെ പറയാം. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയാവണമല്ലോ സംസാരവും അതുപോലെ തന്നെ പെരുമാറ്റവും. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സുനിതനെ സുഭാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ ഭയങ്കര വിഷമത്തോടെയാണ് നിൽക്കുന്നത്. പിന്നെ ഒരു ചെറിയ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ എന്തായാലും നല്ലൊരു പയ്യനെ കിട്ടിയല്ലോ എന്നൊരു സന്തോഷം സുഭാഷിൻ്റെ മുഖത്തുണ്ട്. അങ്ങനെ നിധി പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്, എന്തായാലും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അവരിവിടെ വന്നതല്ലേ, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടുകൊണ്ട് നിന്നിട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക സുധീഷ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ എന്താ വാങ്ങാൻ? പറയും എന്തെങ്കിലും ഡ്രസ്സോ എന്തായാലും മതി, അത് വാങ്ങിച്ച് കൊടുക്കണം, വാങ്ങിച്ചിട്ട് വരണം എന്നൊക്കെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതും തരണം എന്ന് പറഞ്ഞ് അങ്ങനെ നിധിയാണെങ്കിൽ കൊടുക്കുകയും യാത്ര പറയുമ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നിധിയുടെ ചെവിയിൽ സുനിത പറയുന്നുണ്ട്, എന്തായാലും സുഭാഷേട്ടനെ നല്ലതുപോലെ നോക്കണം. അതുമാത്രമല്ല സുഭാഷേട്ടനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിപ്പിക്കുകയും ചെയ്യണം. അതാ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യമെന്ന് വെച്ചാൽ എന്നും സങ്കടത്തോടെ പറയുന്നുണ്ട്. അത് കേട്ടതും നിധിക്ക് വളരെ സങ്കടമാവുകയാണ് ചെയ്യുന്നത്. കാര്യം എന്തെന്നാൽ ഈ ഒരു സ്നേഹിച്ച ഒരു പയ്യനെ വേണ്ടാന്ന് വെക്കുകയും അതുപോലെ തന്നെ വേറൊരു പയ്യനെ കല്യാണം കഴിക്കുകയും ചെയ്ത ഒരു കുട്ടിയുടെ അവസ്ഥയാണ് സുനിതയ്ക്ക് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും സന്തോഷത്തോടെ ഇരിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ സുനിതയ്ക്ക് ഉള്ളൂ. സുഭാഷിൻ്റെ നല്ലത് മാത്രമേ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ് എന്ന് നിധി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴത്തേക്കും അശ്വിനുണ്ടായിരുന്നു. അങ്ങനെ അശ്വിനാണെങ്കിൽ ഭാസ്കരൻ്റെ അടുത്ത് പറയുക, എന്തായാലും നിങ്ങൾ ഞങ്ങളെ നല്ലവണ്ണം സഹകരിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ട് അത് മാത്രമല്ല ഞങ്ങളിവിടെ വരുന്നതിൽ വഴക്കൊന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് എല്ലാം സുനിത പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ നല്ല രീതിയിൽ സൽക്കരിച്ചെന്ന് തന്നെ പറയാം. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എന്ന് ഭാസ്കരൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോകാൻ നേരമായപ്പോൾ ഭാസ്കരൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഭാസ്കരൻ പറയുന്നുണ്ട്, എന്തായാലും ഈ പൈസ തന്നത് നിങ്ങളിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യണം, പോകുന്ന വഴിക്ക് നല്ലൊരു സിനിമ കാണണം. സിനിമ കാണാൻ ഈ പൈസ അത് മാത്രം ഉപകരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൈസ വാങ്ങാതെ അത് തിരികെ അശ്വിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് എല്ലാവരുടെ യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു കണ്ണുനീർ നിറഞ്ഞതുപോലെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് സുഭാഷിൻ്റെ അടുത്തും യാത്ര പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സുഭാഷ് പറയുന്നു, ശരിയെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധി പറയുന്നുണ്ട്, സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, എന്താണെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത്
സുനിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ടിരിക്കുകയും അതുപോലെ നല്ലൊരു പയ്യനെ കിട്ടി എന്നുള്ളൊരു സന്തോഷം സുഭാഷിൻ്റെ മുഖത്തുണ്ട്. എന്ന് വെച്ചാൽ സുഭാഷിൻ്റെ മുഖത്തുണ്ടെന്ന് നിധിയുടെ അടുത്ത് നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, അത് എല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലോ. എനിക്കത് മനസ്സിലാക്കാം, ഞാൻ കുറച്ച് ദിവസമായില്ലേ വന്നിട്ട്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അത് അത് മുഖത്ത് നോക്കാൻ തന്നെ നമുക്ക് തോന്നുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു സന്തോഷമുണ്ട്. എന്തായാലും അവൾ നല്ല രീതിയിൽ ഇരിക്കട്ടെ എന്ന് നമുക്കും ചിന്തിക്കാം അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാവർക്കും ഈ ചിന്ത ഉണ്ടാവണം എന്ന് പറയുകയാണ് സുധീഷിൻ്റെ അടുത്ത്. അങ്ങനെ സുധീഷ് പറയുക, എന്തായാലും ഞാനൊരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കല്യാണം നമുക്കൊരു ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിൽ പെട്ടെന്ന് തന്നെ നടത്തണം. അതാ അവളുടെ ആഗ്രഹം. അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ സുധീഷിൻ്റെ അടുത്ത് നിധി പറയുകയും ചെയ്യുന്നുണ്ട്.